പത്തിയൂർ പാലം വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റുന്നതിന് മുൻപ് താൽക്കാലികമായി പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കരിപ്പുഴ തോടിന് കുറുകെയാണ് പത്തിയൂർ പാലം നിർമ്മിച്ചിരിക്കുന്നത്. പാലം പൊളിക്കുമ്പോൾ യാത്രക്കാർക്ക് നടന്നുപോകുന്നതിന് സംവിധാനമൊരുക്കുമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും താൽക്കാലികമായി പാലം നിർമ്മിക്കണമെന്നാണ് വ്യാപകമായി ഉയരുന്ന ആവശ്യം. വിഷയമുന്നയിച്ച് BJP ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട്. പത്തിയൂർ പാലം വീതി കൂട്ടുന്നതിന് ഭാഗമായി പൊളിച്ചു മാറ്റുന്നതിന് മുമ്പ് താൽക്കാലികമായി പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കരിപ്പുഴ തോടിന് കുറുകെയാണ് പത്തിയൂർ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ പാലം പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാലം നിർമ്മിക്കുന്നതിന് 2.78 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പാലത്തിന് 27 മീറ്റർ നീളവും 2 വരി ഗതാഗതത്തിന് ആവശ്യമായ 7.5 മീറ്റർ കാരേജ് വേയും ഇരുവശങ്ങളിൽ നടപ്പാതയും ഉൾപ്പെടെ 11 മീറ്ററാണ് ആകെ വീതി. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭഗവതിപ്പടി കരിലക്കുളങ്ങര മല്ലിക്കാട്ടുകടവ് റോഡിന്റെ പുനർനിർമ്മാണത്തിന്റെ അനുബന്ധമായി പത്തിയൂർ പാലം നിർമ്മാണവും ഉൾപ്പെട്ടിരുന്നു. അതേസമയം പാലം പൊളിക്കുമ്പോൾ യാത്രക്കാർക്ക് നടന്നു പോകുന്നതിന് സംവിധാനം ഒരുക്കുമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും താൽക്കാലികമായി പാലം നിർമ്മിക്കണമെന്നാണ് വ്യാപകമായി ഉയരുന്ന ആവശ്യം. പഞ്ചായത്ത്, വില്ലേജ്, PHSC, ഹൈസ്കൂൾ, UIT തുടങ്ങിയ സ്ഥാപനങ്ങൾ പാലത്തിന്റെ പടിഞ്ഞാറേ കരയിലായതിനാൽ കിഴക്കേ കരയിൽ ഉള്ളവർക്കും ചെട്ടുകുളങ്ങര, മാവേലിക്കര പ്രദേശങ്ങളിലേക്ക് പോകേണ്ട പടിഞ്ഞാറേക്കരയിൽ ഉള്ളവർക്കും ഒരേപോലെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നാട്ടുകാർ പറയുന്നു. വികസനം എപ്പോഴും നല്ല കാര്യമാണ്, അതിന് നമ്മുടെ ജനങ്ങളാരും അതിനെതിരല്ല. പക്ഷേ ഈ പാലം പൊളിക്കുന്ന വരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പഞ്ചായത്തിന്റെ ഒരു വിഭാഗം ആൾക്കാർ ഇതിന്റെ കൈവശം താമസിക്കുന്ന ആൾക്കാരാണ്. എല്ലാ കാര്യത്തിനു വേണ്ടിയും നമ്മുടെ പത്തിയൂർ പഞ്ചായത്തായാലും അമ്പലമായാലും സ്കൂളായാലും ഹെൽത്ത് സെന്റർ ആണെങ്കിലും പ്രകാശിത ആണെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലാണെങ്കിലും എല്ലാ അനുബന്ധമായിട്ട് ഈ ജനങ്ങൾ ദിവസവും വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ 3 ദേവാലയം, അതിന് വേണ്ട രീതിയിൽ പോകാനും വരാനുള്ള സംവിധാനം ഇതെല്ലാം കണക്കിലാക്കാതെ കണ്ട് ഈ പാലം പൊളിക്കുന്നതിനകത്ത് ഇവിടുത്തെ പരിസരവാസി എന്നുള്ള നിലയിൽ എനിക്ക് അതിൻ്റെ അതൃപ്തിയുണ്ട്. പറയാൻ കാര്യം, ഒരു സൈക്കിള് യാത്രക്കാരനോ ഒരു 2 വീലറുകാരനോ പോകാനുള്ളൊരു ബദൽ സംവിധാനം ഇണക്കിയിട്ട് വേണം ഇവിടുത്തെ പാലം പൊളിക്കേണ്ടത്. അതിന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇതുവരെയായിട്ടും അതിനൊരു സംവിധാനം, ഇതിൻ്റെ കോൺട്രാക്ടോ സർക്കാർ നിലയിൽ അതിന് തീരുമാനം ഉണ്ടായിട്ടില്ല. ഇന്ന് പൊളിക്കുന്നു നാളെ പൊളിക്കുന്നു പറഞ്ഞ് ഇവിടെ എന്നും കൊന്ന് ഇവിടെ പബ്ലിസിറ്റി അല്ലാതെ കണ്ട് പൊളി നടക്കുന്നില്ല, ടെമ്പററി വഴി ഉണ്ടാക്കുന്നില്ല. ഇപ്പം തന്നെ ടെമ്പററി വഴി ഉണ്ടാക്കാനാണെങ്കിൽ ഈ കനാലിൻ്റെ തെക്കുവശത്തോടെ ഒരു വഴിയുണ്ട്. നമുക്ക് ഗ്രൗണ്ട് വഴി ആ കനാലിൽ കൂടെ ഒരു വഴി ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ അതിൻ്റെ തെക്കുവശത്തൊരു വഴിയുണ്ട്. ഇത് നമ്മൾ ഈ പത്തിയിലുള്ളവർ നേരെ കിഴക്കുവശം വന്നെങ്കിൽ എരിവ 2 കിലോമീറ്റർ, എരിവ കറങ്ങി വരുമ്പോൾ 2 കിലോമീറ്റർ, 4 കിലോമീറ്റർ നമ്മൾ ചുറ്റളവ് വേണം ഈ കിഴക്കുവശം എന്ന് പറഞ്ഞെങ്കിലും കിഴക്കുവശമുള്ള ആൾക്കാർ പത്തിയിലൊന്ന് പറഞ്ഞെങ്കിലും. അതുകൊണ്ട് ഇതിനൊരു ബദൽ സംവിധാനം, ഒരു നടവഴി ഉണ്ടാക്കിയേ പറ്റുള്ളൂ. എന്നിട്ട് പൊളിക്കുകയോ പൊളിക്കാതിരിക്കുകയോ പണിയാതിരിക്കുകയോ. നമ്മൾ പൊളിക്കുന്നതിന് ഞങ്ങൾ ജനങ്ങൾ എതിരല്ല, വികസനം എപ്പോഴും വേണം. പറയുന്ന ഒരു വണ്ടി വന്നാൽ ഒന്ന് സൈഡ് കൊടുത്ത് പോകാൻ പറ്റാത്ത ശോചനീയാവസ്ഥയുടെ പാലം ഇത്. അപ്പോൾ പാലം പണി നന്നായാലും പണിഞ്ഞിരിക്കണം. വിഷയം ഉന്നയിച്ച് BJPയും യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞ് അധികൃതർ ക്രിയാത്മകമായ നടപടി സ്വീകരിക്കണമെന്ന് BJP നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിപിൻ സി ബാബു പറഞ്ഞു. ഭഗവതിപ്പടി മല്ലിക്കാട്ടുകടവ് റോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പത്തിയൂർ പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഈ പാലം. ഈ പാലത്തിൽ കൂടെ എല്ലാ ദിവസവും ആയിരക്കണക്കിന് പേരാണ് സഞ്ചരിക്കുന്നത്. ചെട്ടുകുളങ്ങരയിൽ നിന്നും ഭഗവതിപ്പടിയിൽ നിന്നും കാക്കനാട്ടിൽ നിന്നുമെല്ലാം 100 കണക്കിന് വാഹനങ്ങളാണ് ഈ വഴി പോകുന്നത്. പത്തിയൂരിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായ പത്തിയൂർ ജംഗ്ഷനിലേക്ക് എത്താൻ ഈ പാലം പൊളിക്കുന്ന വഴി ഏറെ പ്രയാസം ജനങ്ങൾക്ക് നേരിടും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസുകളെല്ലാം നിൽക്കുന്നത് പത്തിയൂർ ജംഗ്ഷനിലാണ്. 700ഓളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമായ പത്തിയൂർ HS സ്കൂള്, അതിന് തൊട്ടിപ്പുറത്ത് പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, PHC, ഹോമിയോ ആശുപത്രി, കൃഷിഭവൻ, എല്ലാ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളും ബാങ്കുകളും എല്ലാം സ്ഥിതി ചെയ്യുന്നത് പത്തിയൂർ പടിഞ്ഞാറ് ഭാഗത്താണ്. അന്നേരം എല്ലാ ആവശ്യങ്ങൾക്കും കിഴക്കേ ഉള്ള ജനങ്ങൾക്ക് എത്തിപ്പെടേണ്ടത് ഇവിടെയാണ്. ഇപ്പം പുതിയ PWD നിർദ്ദേശപ്രകാരം അവർ പറയുന്നത് ഈ 50 മീറ്റർ മറികടക്കാൻ വേണ്ടി 3 കിലോമീറ്റർ ചുറ്റി വരണമെന്നാണ് പറയുന്നത്. അത് അപ്രായോഗികമാണ്. ഇവിടെ ഒരു നടപ്പാത നിർമ്മിക്കുക മാത്രമല്ല, ഒരു മുച്ചക്ര വാഹനമെങ്കിലും പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തുവാൻ PWDക്ക് സാധിക്കും. ഈ വഴിയിൽ കൂടി സാധിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ 2 കടവുകളുണ്ട്, തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു കടവുണ്ട്. ആ കടവിൽ നിന്നും മുച്ചക്ര വാഹനം പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ ഇവിടുത്തെ PWDക്ക് കഴിയും. അല്ലെങ്കിൽ വലിയ പ്രയാസമാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ നേരിടാൻ പോകുന്നത്. ഇവിടെ നമുക്കെല്ലാവർക്കും കഴിഞ്ഞ 2 ദിവസക്കാലങ്ങളായി ജനങ്ങളാകെ ആശങ്കയിലാണ്. പത്തിയൂരിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ജനങ്ങളെല്ലാം എങ്ങനെ ഇപ്പുറത്തേക്ക് വരുമെന്നുള്ള ആശങ്കയിലാണ്. ഒരു പാലം പൊളിച്ചാൽ നിർമ്മിക്കാൻ ഏറ്റവും കുറഞ്ഞത് 8 മാസമെങ്കിലും എടുക്കും. ആ 8 മാസക്കാലം നമുക്കെല്ലാവർക്കും അറിയാം. 20 ദിവസം കഴിഞ്ഞാൽ സ്കൂള് തുറക്കുകയാണ്.
സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾ വലിയ പ്രതിസന്ധി നേരിടും. CDNet ന്യൂസ്, പത്തിയൂർ.